ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. എല്ലാ മനുഷ്യർക്കും സത്യമെന്താണ് എന്ന് അറിഞ്ഞാലും ആ സത്യത്തെ പ്രാപിക്കാനല്ല വെമ്പൽ. ക്ഷണികമായ വേഗത്തിൽ ലഭിക്കുന്ന സുഖമെന്തോ ആ സുഖത്തിൻ്റെ പിന്നാലെ പായുക എന്നതാണ് മനുഷ്യൻ്റെ പ്രകൃതം. എളുപ്പമായി ഒരു വിഷമവുമില്ലാതെ ലഭിക്കുന്നതെന്തോ അതാണ് വേണ്ടത്. പക്ഷേ അതൊരിക്കലും ഏറ്റവും വിലയേറിയ വസ്തു ഒട്ടും ശ്രമമില്ലാതെ ഒരിക്കലും ലഭിക്കുകയില്ല. അതിനാൽ ഒരു കവി പറയുകയാണ്, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. സത്യമെന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. തേടുന്നു സന്തോഷമേ വരും എപ്പോഴും, നേടുന്നു സന്താപം ഏവരും തുല്യമായി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ്. സത്യമെന്താണെന്നറിഞ്ഞിട്ടു കൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. യാഥാർത്ഥ്യം എന്താണ് എന്ന് അധികം പേർക്കും അറിയാം, എന്നാലും ബുദ്ധിയില്ലായ്മ മാത്രമേ പ്രവർത്തിക്കൂ. ചുളുവിൽ എല്ലാം നേടണം എന്ന തോന്നൽ, അതാണ് സത്യമെന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. ബുദ്ധിയില്ലായ്മയാണ് പ്രവർത്തിക്കുന്നത് മുഴുവൻ. തേടുന്നു സന്തോഷം. നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താ? അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ? സന്തോഷമാണ്. എല്ലാവർക്കും സന്തോഷമാണ് വേണ്ടത്, സുഖമാണ് വേണ്ടത്, സംതൃപ്തിയാണ് വേണ്ടത്, ആനന്ദമാണ് വേണ്ടത്. ഇതൊക്കെ ഒരേ അനുഭവത്തിന് പല പേരുകൾ പറയുന്നു എന്ന് മാത്രം. അതിനെയാണ് തേടിക്കൊണ്ടിരിക്കുന്നത്. സർവ ചരാചരങ്ങളും സുഖത്തെയാണ് അന്വേഷിക്കുന്നത്, സന്തോഷത്തെയാണ് അന്വേഷിക്കുന്നത്. തേടുന്നു സന്തോഷം. എല്ലാവരും സന്തോഷം ആണ് എല്ലാ വ്യക്തികളും എപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്നത്. തേടുന്നു സന്തോഷം ഏവരും എപ്പോഴും. എപ്പോഴും എല്ലാ സമയത്തും. നല്ല ക്ഷീണം വരുമ്പോൾ ഒന്നുറങ്ങിയാൽ സുഖമായി എന്നല്ലേ? അപ്പം ആ സുഖത്തിനെയാണല്ലോ തേടുന്നത്, അത് ഉറക്കത്തിലൂടെയാണല്ലോ കണ്ടെത്തുന്നത്. അതുപോലെ കുറച്ച് സമ്പത്തുണ്ടായാൽ നമുക്ക് സുഖമായി എന്ന് ധരിക്കുന്നു, ആ സമ്പത്തിനെ നമ്മൾ തേടി നടക്കുന്നു. അപ്പം നമ്മൾ തേടുന്ന സുഖത്തെയാണ്. ആ സുഖം ലഭിക്കുന്ന വസ്തു ഇന്നതൊക്കെയാണ് നമ്മളങ്ങ് കൽപ്പിച്ചു. അത് തേടാൻ വേണ്ടിയാണ് അക്ഷീണം പ്രയത്നിക്കുന്നത്. അതാണ് വിഡ്ഢിത്തരം, ബുദ്ധിയില്ലായ്മയാണ് എന്ന് പറയുന്നത്. സത്യമെന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. എല്ലാ സമയത്തും ചെയ്യുന്നത് ബുദ്ധിയില്ലായ്മയാണ്. പിന്നെയോ തേടുന്നു സന്തോഷം ഏവരും എപ്പോഴും. എല്ലാ ജീവജാലങ്ങളും, മനുഷ്യർ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളും ആനന്ദത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ തേടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കിട്ടുന്നതോ സന്താപമാണ്. നേടുന്നു സന്താപമേവരും തുല്യമായി. എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്നത് സന്താപമാണ്, ദുഃഖമാണ്. സന്തോഷത്തെ തേടുന്നു, സന്താപം നേടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ലോകത്തിൻ്റെ വൈകൃതമായ അവസ്ഥ. സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ അതുള്ള സ്ഥലത്ത് തിരയണം. എവിടെയാണോ സന്തോഷം ഇരിക്കുന്നത് അവിടെ തിരഞ്ഞാലേ കിട്ടൂ. നമ്മൾ സന്തോഷം ഇല്ലാത്ത സ്ഥലത്ത് സന്തോഷം തിരഞ്ഞാൽ എങ്ങനെ കിട്ടും? ഇപ്പം ചെയ്യുന്നത് സന്തോഷം ഇല്ലാത്ത സ്ഥലത്താണ് സന്തോഷത്തെ തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ബുദ്ധിമോശം എന്ന് പറയുന്നത്. സന്തോഷസ്വരു നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ മനസ്സ് എവിടെ നിന്നുണ്ടായോ ആ ബുദ്ധി എവിടെ നിന്നുണ്ടായോ ആ പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ, അത് ആനന്ദസ്വരൂപിയാണ്. അത് സന്തോഷമാണ് അതിൻ്റെ പ്രകൃതം. അതാണ് സന്തോഷസ്വരൂപം. അതിലാണ് സന്തോഷം ഇരിക്കുന്നത്. നമ്മളെല്ലാവരും അതിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷത്തെ തേടാൻ കാരണം. പക്ഷേ സന്തോഷം അവിടെയാണ് ഇരിക്കുന്നത് എന്ന് അറിഞ്ഞാലും തിരയുന്നത് അവിടെയല്ല.
അതുള്ള സ്ഥലത്ത് തിരഞ്ഞാലല്ലേ ഒരു വസ്തുവിനെ കിട്ടുകയുള്ളൂ. എന്നാൽ അതെവിടെയാണുള്ളതെന്ന് അറിഞ്ഞു എന്നിരിക്കട്ടെ, അറിഞ്ഞാലും നമ്മൾ അതില്ലാത്ത സ്ഥലത്താണ് അന്വേഷിക്കുക. അതാണ് ബുദ്ധിമോശം. സത്യം എന്താണെന്നറിഞ്ഞിട്ടുകൂടി നമ്മൾ ഓരോരുത്തരും സന്തോഷസ്വരൂപികളാണ്, ആനന്ദമാണ് നമ്മുടെ പ്രകൃതം, അത് ആത്മാവിൻ്റെ സ്വഭാവമാണ് എന്നറിഞ്ഞാലും വിഷയങ്ങളിലേക്കാണ് നമ്മൾ ഓടുക. സത്യം എന്താണെന്നറിഞ്ഞിട്ടുകൂടി നീ ബുദ്ധിമോശം തന്നെ ചെയ്യുന്നിതെപ്പോഴും. അതില്ലാത്ത സ്ഥലത്താണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതേ, പണ്ടൊരു മുത്തശ്ശി ഒരിക്കലേ സൂചി തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൻ്റെ വീട്ടിൽ ഒരു തുണി തുന്നിക്കൊണ്ടിരുന്നപ്പോൾ സൂചി താഴെ വീണുപോയി. അപ്പോഴേക്കും സന്ധ്യാസമയമായി. താഴെ വീണ സൂചി കാണാൻ വെളിച്ചമില്ലാതെ ആയപ്പോൾ മുത്തശ്ശി എന്ത് ചെയ്തു? തൻ്റെ വീടിൻ്റെ പടിക്കൽ, തൻ്റെ പഞ്ചായത്ത് റോഡിൻ്റെ മുമ്പിൽ ഒരു ലൈറ്റ്, അതായത് കരണ്ടിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ആ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ വീട്ടിൽ വെളിച്ചമില്ല താനും. മുത്തശ്ശി നേരെ പോയി ആ ലൈറ്റിൻ്റെ ചോട്ടിൽ ചെന്ന് അങ്ങനെ തിരയുന്നു. അവിടെ തിരഞ്ഞപ്പോൾ സൂചി കാണാതിരിക്കാൻ കാരണം വെളിച്ചമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വെളിച്ചമുള്ള സ്ഥലത്ത് പോയി തിരഞ്ഞു. എത്രയേ കുമ്പിട്ടിങ്ങനെ ഇരുന്ന് തിരയുന്നത് കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല മുത്തശ്ശി, എന്താ ഇവിടെ ചെയ്യുന്നത്? എൻ്റെ സൂചി പോയി മക്കളെ, അത് ഞാൻ തിരയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ ചോദിച്ചു, എവിടെയാണ് മുത്തശ്ശി സൂചി പോയത്? സൂചി പോയത് ദാ അവിടെ എൻ്റെ വീട്ടിൻ്റെ കോലായി ഉമ്മറത്താണ് പോയത്. അപ്പം കുട്ടികൾ പറഞ്ഞു, മുത്തശ്ശി അവിടെ പോയ സൂചി എങ്ങനെ ഇവിടെ തിരഞ്ഞാൽ കിട്ടുക? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ മുത്തശ്ശി സൂചി തിരഞ്ഞതുപോലെയാണ് നമ്മളിപ്പോൾ സന്തോഷം തേടുന്നത്. എവിടെയാണോ സൂചി പോയത് അവിടെ തിരഞ്ഞാലല്ലേ കിട്ടൂ. അതിന് പകരം വെളിച്ചമുള്ളയിടത്ത് അവിടെ വെളിച്ചമില്ലല്ലോ, അതാ കാരണം പറഞ്ഞത്. അവിടെ വെളിച്ചമില്ല, പിന്നെ എങ്ങനെ സൂചി കിട്ടുക? അപ്പൊ വെളിച്ചമുള്ളയിടത്ത് തിരയുക, അത് കിട്ടുമോ? ആ ഉള്ള സൂചി എവിടെ ഇരിക്കുന്നുവോ അവിടേക്ക് വെളിച്ചം കൊണ്ടുവന്നാൽ മാത്രമേ ആ സൂചി ലഭിക്കുകയുള്ളൂ. അതാണ് നമ്മൾ സത്യം എന്താണ് എന്നറിഞ്ഞാലും ബുദ്ധിമോശം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സത്യം എന്താണെന്നറിഞ്ഞിട്ടുകൂടി നാം ബുദ്ധിമോശം തന്നെ പ്രവർത്തിക്കുന്നിതെപ്പോഴും. തേടുന്നു സന്തോഷമേ വരും എപ്പോഴും, നേടുന്നു സന്താപമേ വരും തുല്യമായി.